ഉരുളക്കിഴങ്ങ് എത്ര രുചിയിൽ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് ചതച്ചെടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം കടുക് അതിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ കൂട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ശരിക്കും ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം വേണം അതിലേക്ക് നല്ലപോലെ കരിവേപ്പില ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും കരിവേപ്പിലേക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇപ്പോൾ ആ കരിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് കഴിയുമ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന 2-3 ഉരുളക്കിഴങ്ങാണ് ചെറിയ പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കളറിന് ചെറുതായിട്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറിയ ചൂടിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങ്. ഒട്ടും വെള്ളമില്ലാതെ വേവുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് ശരിക്കും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാൻ കേട്ടോ. 5 മിനിറ്റ് മാത്രം മതി. ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്ത് കിട്ടും. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ ചൂടിൽ തുറന്നിട്ടിട്ട് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്താൽ നല്ലപോലെ മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.